മലയാളികൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആക്ടർ. 3 ഊർവശി അവാർഡുകൾ മേടിച്ച കയ്യിലേക്ക് എനിക്കൊരു അവാർഡ് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. മൂവിക്ക് വേണ്ടി അവാർഡ് വാങ്ങിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഓൾവേസ് യുവർ യങ്. ജയറാമുക്ക് 18 വയസ്സായിട്ടുള്ളൂ. ഒരു ഫോൺ കോൾ വന്നു എനിക്ക്. ഞാൻ ചോദിച്ചാൽ ആരാന്ന് പറയുക. Twin Birds JFW Movie Awards 2025. Title sponsor Twin Birds. Wear it, feel it, love it. Powered by Chandrika. Confident ആയി തിളങ്ങൂ, നിങ്ങളായി തിളങ്ങൂ. Co-presented by Finnis Fine Mattresses. Twin Birds present JFW Movie Awards 2025 ബെസ്റ്റ് സപ്പോർട്ടിംഗ് റോൾ മലയാളം. ആൻഡ് ഈ ഒരു അവാർഡ് നൽകാൻ വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് വിളിക്കാൻ പോകുന്നത്. ഓക്കെ വിജയ്, ഞാൻ കുറച്ചൊന്ന് എനർജി ആയിട്ട് എടുക്കട്ടെ. ബിക്കോസ് പ്രസന്റ് ചെയ്യാൻ വരാൻ പോകുന്ന പേഴ്സൺ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. ബിക്കോസ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഫേവറേറ്റ് ആക്ടറാണ്. ഓക്കെ, അതായത് മലയാളികൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആക്ടർ. മലയാളം സിനിമ അടുത്ത ലെവലിലോട്ട്, വേൾഡ് ക്ലാസ് ലെവൽ സിനിമയോട്ട് കൊണ്ടുപോയ ഒരു അടിപൊളിയായുള്ള ഒരു ആക്ടർ. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാം. നമ്മളുടെ സ്വന്തം Malayalam superstar. Let's welcome Jayaramattan onto the stage. Jayaramattan, namaskaram. നമസ്കാരം. How are you? ഫൈൻ. ജയറാമേട്ടൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സോങ് ആയിരുന്നു. അതായത് നാട്ടിലിപ്പോൾ പൂരത്തിൻ്റെ കളിയാണ് എല്ലാ സ്ഥലത്തും. പക്ഷേ ജയറാമേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങാത്തത് കൊണ്ട് അതിൻ്റെ ഒരു കംപ്ലീഷൻ ആയിട്ടില്ല, ഒരു സെലിബ്രേഷൻ കംപ്ലീഷൻ ആയിട്ടില്ല എന്നാണ് പറയേണ്ടത്. എപ്പോഴാണ് അടുത്ത സിനിമ റിലീസാവാൻ പോകുന്നത് മലയാളത്തിൽ? മലയാളത്തിൽ സിനിമ 2 സിനിമകൾ ചെയ്യുന്നുണ്ട് ഈ വർഷം. ഒന്ന് തുടങ്ങുന്നത് മേ ബി ഓൺ ഏപ്രിൽ ലാസ്റ്റ് മെയ് and one is in September. Okay, so എന്തുകൊണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ബ്രേക്കില്ല, കുറച്ചൊരു നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടി. അത് ഒരു കോവിഡ് സമയത്ത് എടുത്തൊരു തീരുമാനമായിരുന്നു. ഒരു 2020 ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെയ്തു വരുന്ന കഥാപാത്രങ്ങൾ ഒരേ തരത്തിലൊരു ഭയങ്കര ഒരു മൊണോട്ടണസ് ആയി തോന്നി തുടങ്ങി. സോ എന്തെങ്കിലും ഒരു സംതിങ് ഡിഫറെൻറ്റ് ചെയ്യണം എന്നുള്ള താല്പര്യം വന്നു. അപ്പോൾ മറ്റ് ഭാഷകളിൽ നിന്ന് കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു, ഫ്രം തെലുഗു, തമിഴ്, കന്നഡ. അപ്പോൾ അതൊക്കെ ചെയ്യുകയും മലയാളത്തിൽ നല്ലത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്യാപ്പായിട്ട് ഇങ്ങനെ വന്നത്. അതിനുശേഷം സത്യനന്ദിക്കാട്ടിൻ്റെ മകൾ എന്നുള്ള സിനിമ ചെയ്തു. അതെനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് എബ്രഹാം ഓസ്ലർ അത് കഴിഞ്ഞ് ചെയ്തത്. തേനി ഈശ്വർ സാറുണ്ട് ഇവിടെ, ക്യാമറ ചെയ്ത് സാറുണ്ട് ഇവിടെ കൂടെ. സാർ, താങ്ക് യു സാർ. ഞങ്ങൾ 2 പേരും ചേർന്ന് ഈ വർഷം ഓസ്ലറിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നു. അങ്ങനെ കുറച്ചായിട്ട് പോകുന്നു. ഓക്കെ, സോ അടുത്ത 2 പ്രോജക്ട്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ കണ്ണൻ്റും ചക്കിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് ജയറാമേട്ടൻ എല്ലാ സ്ഥലത്തും പോവാണ്. വീണ്ടും ബാക്ക് ടു യൂത്ത് മോഡായിട്ടാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ളത് എന്നാണ് ന്യൂസ് വരുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ജയറാമേട്ട? മാം നോക്കുന്നുണ്ട്. നോക്കാം, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതല്ലേ സന്തോഷം. ഏട്ടൻ എന്താ തോന്നുന്നത്? അതായത് പ്രായമാണോ ഉദ്ദേശിച്ചത്, മനസ്സിന്റെ ചെറുപ്പമാണോ ഉദ്ദേശിച്ചത്, എന്താണെന്ന് പറയണം? ഓൾവേസ് യുവർ യങ്. എപ്പോഴും നിങ്ങൾ പ്രായമാവില്ല. യു ആർ ഓൾവേസ് ദ സെയിം. 24 years ഓൾഡ് ബോയ് എന്ന് പറയാം. പക്ഷെ മനസ്സിലും കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ പറയും. കണ്ണദാസൻ சொன்ன ஒரு இது இருக்குது. கண்ணதாசன் சொன்னது, நீங்க பிறக்கும்போது சொல்ற வயது ஒன்று, கடலாதில் வரும் வயது இன்னொன்று, பள்ளிக்கூடத்திலே சேர்க்கும் சொல்லும் பொய் வயது இன்னொன்று. லைஃப்பில் நிறைய விஷயங்களுக்காக சொல்லும் பொய் வயதுகள் எத்தனையோ, வேலை கிடைக்கிறதுக்காக சொல்லும் வயது இன்னொன்று. அப்படி பார்த்தால் நிறைய வயது. ஆனால் ஆக்சுவலாக ஒருத்தர் உங்களை பார்த்து சொல்லும் வயது இருந்தால் கூட நமது மனசு சொல்லும் ஒரு வயது இருக்குல்ல, அப்படி பார்த்தா ஜெயராமுக்கு 18 വയസ്സായിട്ടുള്ളൂ. 18 വയസ്സ് എന്തായാലും വിശ്വസിക്കും. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. ബാക്ക് ടു യൂത്ത് മോഡ് ആൻഡ് നൈസ് ദാറ്റ് യു എൻജോയിങ് യുവർ 18 years. അപ്പൊ പാർവതി ചേച്ചിക്ക് എത്ര വയസ്സാണെന്നാണ് ഇപ്പൊ പറയുന്നത്? ചേച്ചിക്ക് മേ ബി ഞങ്ങൾ തമ്മിൽ ഒരു 6 വയസ്സ് വ്യത്യാസം. 12 വയസ്സിന് കുട്ടികളുള്ളൂ. ചേച്ചിയുടെ റിയാക്ഷൻ പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യണം. ഓക്കെ, ഇതിനെ കുറിച്ച് പിന്നീട് നമുക്ക് ചേച്ചിയെടുത്ത് സംസാരിക്കാം. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് കാറ്റഗറി, ബെസ്റ്റ് ആക്ട്രസ് ഇൻ സപ്പോർട്ടിംഗ് റോൾ മലയാളം. ആൻഡ് ദ നോമിനീസ് ആർ Twin Birds JFW Movie Awards 2025.
Best Actress in a Supporting Role, Malayalam, and the nominees are Darshana Rajendran for Rifle Club, Akhila Bhargavan for Premalu, Surabhi Lakshmi for ARM, Seema for Pani. ജയറാമേട്ടാ, ഈ ഒരു കാറ്റഗറിയിൽ നോമിനീസ് ഒക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? എല്ലാം പുതിയ ജനറേഷൻ, പുതിയ ആളുകൾ, പുതിയ ടെക്നോളജി, പുതിയ പുതിയ ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ് ഒക്കെ വന്നാലും നമ്മളുടേതായിട്ടുള്ള ചില ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസസ് ഒക്കെ ഇല്ലേ? അതൊന്നും മലയാളത്തിന് ഇനി എത്ര വർഷമായാലും പകരം വെക്കാൻ ഒന്നുമില്ല. അതിന് പകരമൊന്നും. ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ അവിടെ നിന്നൊരു കുട്ടീനോട് ചോദിച്ചതായിരുന്നു, എന്താണ് തിരിഞ്ഞു നോക്കുമ്പോഴുള്ള സന്തോഷം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതാണ്. എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യങ്ങളിലൊന്നതാണ്. ഞാൻ വന്നത് 1987-88 കാലഘട്ടങ്ങളിൽ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന, അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ലെജൻസ് ആയിട്ടുള്ള കുറേ ആളുകളുടെ കൂടെ അഭിനയിക്കാൻ, ടെക്നീഷ്യൻസ് ആയാലും ആക്ടേഴ്സ് ആയാലും, ഞാൻ ഉദ്ദേശിച്ച നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു, തിക്കുറിശി സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു, അടൂർ ബാസി, ബഹദൂർ, സുകുമാരി ചേച്ചി, പൊന്നമ്മ ചേച്ചി, അങ്ങനെ സോമൻ, സുകുമാരൻ, ആ ഒരു ഫുൾ ബഞ്ച് ഓഫ് ലെജൻഡറി ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. ഇവിടെ തമിഴിലെടുത്താലും അതുപോലെ തന്നെ നാഗേഷ് സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു, ജമിനി ഗണേശൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു തലമുറയുടെ കൂടെ മുഴുവൻ അഭിനയിക്കാൻ സാധിക്കുകയും അവരോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയുകയും ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് ജഗതി ശ്രീകുമാർ പോലെ, ഇന്നസെൻ്റ് ഏട്ടനെ പോലെ, മാമുക്കോയെ പോലെ, ഒടുവിലുണ്ണികൃഷ്ണനെ പോലെ, അങ്ങനത്തെ ക്രീം ഓഫ് ആക്ടേഴ്സ്. ലിജുവിനറിയാം, ദാസേട്ടൻ്റെ കൂടെയാണ് എൻ്റെ മിമിക്രി ജീവിതം തുടങ്ങുന്നത്. ഫസ്റ്റ് ദാസേട്ടൻ്റെ ഗാനമേളകളുടെ ഇൻ്റർവെല്ലുകൾ മിമിക്രി കാണിച്ചാണ് തുടങ്ങുന്നത് 80കളിൽ. അന്ന് ദാസേട്ടൻ ബോംബെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ നിന്ന് പാടുമ്പോൾ ദൂരെ നിന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട്, ഈ ശബ്ദത്തിൽ പാടി അഭിനയിക്കുന്നത് എന്തൊരു ഭാഗ്യവാനായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടാവാം ആ ശബ്ദത്തിൽ 100 കണക്കിന് പാട്ടുകൾ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്കുണ്ടാക്കി തന്നു. അപ്പോൾ അതേപോലെ ഇത്രയും അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാരുടെ കൂടെ, ടെക്നീഷ്യൻസിൻ്റെ കൂടെ, സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യം. ഇന്ന് ഞാൻ ഈ അവാർഡ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത് തന്നെ ഞാൻ എത്രമാത്രം സന്തോഷത്തിലാണെന്നറിയാം. അതും അത്രമാത്രം സന്തോഷത്തിലാണ്. ഞാൻ ബ്ലസ്ഡ് ആണ് ഈ അവാർഡ് കൊടുക്കുന്നതിലൂടെ. ഇപ്പം ഞാനൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. മഹാലിംഗപുരം അയ്യപ്പ ക്ഷേത്രത്തിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ 1 മണിക്കൂർ മുമ്പ് ഈ കൈകൾ കൊണ്ട് ഒരു അവാർഡ് കൊടുത്തു. ആ അവാർഡ് കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചതാണ്, 3 ഊർവശി അവാർഡുകൾ മേടിച്ച ആ കയ്യിലേക്ക് എനിക്കൊരു അവാർഡ് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന്. ശാരദാമ്മയ്ക്ക് ഇപ്പോൾ ഒരു അവാർഡ് കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. 3 ഊർവശി അവാർഡുകൾ സ്വീകരിച്ച കയ്യിലേക്കാണ് എനിക്കത് കൊടുക്കാൻ സാധിച്ചത്. അതേപോലെ എൻ്റെ സിനിമാ ജീവിതം, അല്ലെങ്കിൽ സിനിമ സ്വപ്നം കാണുന്ന കാലഘട്ടത്ത് അന്ന് വെള്ളിത്തിരയിൽ നോക്കി അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട ഒരേ ടൈപ്പ് കാറ്റഗറി അല്ലാതെ, അതായത് അവളുടെ രാവുകൾ നോക്കുമ്പോൾ അതിൽ എത്രമാത്രമാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക, അളന്നെടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അടവുകൾ 18 മറ്റൊരു സിനിമ കാണുമ്പോൾ, പെരുമ്പാവൂർ ജ്യോതി തിയേറ്ററിൽ പോയി കാണുമ്പോൾ വേറൊരു ആക്ഷൻ മൂഡിലുള്ള വേറൊരു ഹീറോയിൻ. അതിനുശേഷം ഓരോ കാലഘട്ടങ്ങൾ മാറി 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 വന്ന് ഒരു ഫൈനസ്റ്റ്, ഒരു കല്ലിങ്ങനെ കൊത്തിയെടുക്കില്ലേ ഒരു രൂപം, അത് ഭംഗിയാക്കി. അതേപോലെ നമുക്ക് കിട്ടിയ ഒരു അത്ഭുത അഭിനേത്രി, എനിക്കും അശ്വതിക്കൊക്കെ കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം യാത്ര ചെയ്യാൻ സാധിച്ചു. അവരുടെ കൂടെ കുടുംബമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാവാൻ സാധിച്ചു. ഞാൻ പറഞ്ഞ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അങ്ങോട്ട് ഒന്ന് വിളിക്കണോ ചേച്ചി? ഞാൻ വരാൻ ചേച്ചി. നൺ അതർ ദാൻ സീമ ചേച്ചി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മലയാള നായക സങ്കല്പത്തിന്റെ ആദ്യത്തെ രൂപം, നായിക കഥാപാത്രങ്ങളെ സിനിമയിൽ അടിത്തറ വേണമെന്ന് വരച്ചു കാട്ടിയ നായക, സിനിമയുടെ ചരിത്രത്തിൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതിയ പേര്. ലെറ്റ്സ് വെൽക്കം our one and only Seema Chechi onto the dais. Twin Birds JFW Movie Awards 2025 Best Actress in Supporting Role Malayalam. Here we have Seema Chechi. Congratulations.
സിനിമയുടെ ഈ ഒരു വലിയ ജേണിയിൽ ജോജു ജോർജിന്റെ ഒപ്പം അഭിനയിച്ച പണി എന്ന സിനിമയ്ക്ക് വേണ്ടി ഈ അവാർഡ് മേടിച്ച് ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ജയറാം, നന്ദിയുണ്ട് വന്നതിന്. എല്ലാവർക്കും നമസ്കാരം. മൂവിക്ക് വേണ്ടി അവാർഡ് വാങ്ങിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഇന്ന് ഇതാ ഇപ്പം കിട്ടിയിരിക്കുന്നു, ഈ 67ാമത്തെ വയസ്സ്. അതിന് വളരെ ഒരു നന്ദിയുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ജോജു സാറിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ. ഈ പടത്തിന് ഇത് എനിക്ക് 2ാമത്തെ അവാർഡാണ്. ആദ്യത്തെ അവാർഡ് ഇപ്പോൾ ഒരു 3 മാസം മുമ്പ് ഒരു ഫോൺ കോൾ വന്നു എനിക്ക്. ഞാൻ എടുത്തു. അപ്പം പുള്ളി പറയാണ്, ഞാൻ പണി എന്ന പടം കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പണി പടം കണ്ടോ, മുഴുവനും കണ്ടോ എന്ന് ചോദിച്ചു. ആ മുഴുവനും കണ്ടു, നീ അസലായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആണോ, ഒരുപാട് നന്ദിയുണ്ട്, ആരാന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആരാന്ന് പറയും, എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. എൻ്റെ പേര് കമലഹാസൻ എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ ഒറ്റ ചാട്ടങ്ങ് ചാടി. ഞാൻ പറയും, ഞാൻ കമലിനെ വിളിക്കുന്നത് കമൽ കുട്ടി എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് എൻ്റെ ഒരു ഗുരുവാണ് പുള്ളിക്കാരൻ. ഐ വാസ് 12 years old. പുള്ളിക്കാരൻ ഒരു 15-16 വയസ്സേ ഉണ്ടാവുള്ളൂ. അപ്പം തൊട്ട് അറിയാവുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, കമൽക്കുട്ടി, എനിക്ക് ഇനി ഒന്നും വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. അതാടാ, നീ നന്നായി ചെയ്തിട്ടുണ്ട്, ഫുൾ ഡയലോഗ്സും പറയാണ്. ഞാൻ അന്തം പെട്ടിരുന്നു. അപ്പം അങ്ങനെ ആദ്യത്തെ അവാർഡ് അതാണ്, 2ാമത്തെ അവാർഡ് ഇതാണ്. ഈ സമയത്ത് ഞാൻ ശശിയേട്ടനെ ഓർക്കുന്നു, എൻ്റെ അമ്മേനെ ഓർക്കുന്നു, ഓഡിയൻസിനെ ഓർക്കുന്നു, മക്കൾ, എല്ലാവരും ഞാൻ ഓർക്കാണ്. വളരെ 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 സന്തോഷമുണ്ട്. JFWന് ഭയങ്കര ഒരു നന്ദിയുണ്ട് എനിക്ക്. ഇത്രയും നാളും കഴിഞ്ഞ് എനിക്ക് വിളിച്ച് മൂവി അവാർഡ് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് മാം, സോ വെരി ഹാപ്പി. പക്ഷെ കമൽഹാസൻ സാറിന്റെ വോയിസ് കേട്ട് എങ്ങനെ മനസ്സിലാവാണ്ടിരുന്നത്? മേ ബി അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ദേഷ്യപ്പെട്ടു. വേണ്ട, പറയൂ. അല്ല, കമൽ എന്നെ ചീത്ത പറയും. വേണ്ട, ഞാൻ പറയില്ല കേട്ടോ. സോ സ്വീറ്റ് ആൻഡ് സോ വെരി ഹാപ്പി മാം ഫോർ യു. ഒരുപാട് സിനിമ അഭിനയിക്കണം, ഇതുപോലെ ഒരുപാട് അവാർഡ്സ് മേടിക്കണം. ജയറാമേട്ട, ഈ ഒരു സമയത്ത് നസീർ സാർ ഇവിടെ ഉണ്ടായെങ്കിൽ സാർ മാമിന്റെ അടുത്തൊരു വിഷ്, കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് നല്ല കോൾഡാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നന്നാവില്ല. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. தமிழும் தெரியும்ப்பா, தமிழும் இதுக்கே ஒரு பெரிய கை தருவோம் கொடுத்துறேன் மேடம். தமிழ் எப்போ பேசுவீங்க அப்படின்னு காத்துக்கிட்டு இருந்தேன் மேம். பிறந்தது வளர்ந்ததெல்லாம் சென்னையில தான். சூப்பர் மேம். அதனால எந்த ஏரியா மேடம்? உங்களுக்கு என்ன கேட்கணுமோ கேட்கலாம். நான் நிறைய கேட்க போறேன் மேடம். பட் உங்களோட படங்களுக்கும் உங்க படைப்புகளுக்கும் ஃபர்ஸ்ட் ஒரு தமிழ் ரசிகரா, சினிமா ரசிகரா ஒரு கைத்தட்டல் கொடுக்கணும்ன்றது ஆசை மேம். ஓ, தேங்க் யூ. ஏன்னா எங்களுக்கு அந்த லிஸ்ட் அனுப்பிச்சு இந்த படங்கள்லாம் நீங்க பாத்துருக்கீங்களா அப்படிலாம் கேட்டுட்டு இருந்தாங்க. அப்ப சொல்லிட்டு இருந்தோம். அப்புறம் சொன்னாங்க, மலையாளம் போகும்போது மட்டும் நீங்க பேசிடாதீங்க. இல்ல, அழகா கேட்கலாம். நீங்க என்ன கேட்கணுமோ கேளுங்க. எங்களுக்கு ரொம்ப மகிழ்ச்சி. உங்களுக்கு தமிழ்ல நீங்க நிறைய படங்கள் பாப்பீங்க. தமிழ் நான் கொஞ்சம் தான் படம் பண்ணியிருக்கேன். எகைன் நான் திருப்பி வர்றதுக்கு காரணம் பாலச்சந்தர் சார் தான். நீ எல்லாம் வீட்டில் இருக்கக்கூடாது, ஆக்ட் பண்ணணும் அப்படின்னு சொல்லி 2020ல் என்னை திருப்பி கொண்டு வந்தார். நீ எல்லாம் வீட்டில் இருக்கக்கூடாது அப்படின்னு கொண்டு வந்தார். அவருக்கு இந்த டைமில் நான் ரொம்ப நன்றி சொல்லிக்கிறேன். தமிழ் படங்கள்லாம் இப்போ நீங்கள் பார்க்குறீங்களா மேம்? இப்போ பார்ப்பீங்களா? ஏதாவது நேரம் கிடைக்குமா? உங்களுக்கு யார் ரொம்ப பிடிக்கும் தமிழ் சினிமாவில் மேம்? ஏங்க குழப்புறீங்க? ஏன் மேம்? ஏன், எதுக்கு? நல்லா இருக்கிறது பிடிக்கலையா? நல்லா இருக்கணும். எல்லா படமும் பார்ப்பேன்ப்பா. எல்லாரும் நல்லா ஆக்ட் பண்ணுறாங்க. எங்களெல்லாம் விட இப்போ எல்லாம் வர்றவங்க எல்லா பசங்களும் நல்லா பண்றாங்க, நல்லா ஆக்ட் பண்றாங்க. உங்களை பார்த்து தான், உங்களை ஃபாலோ பண்ணி தான் இப்போ இருக்கவங்க எல்லாம் அவ்வளோ அழகா பண்றாங்க. இல்ல, நம்மளை விட நல்லா பண்றாங்க, நல்லா ஆக்ட் பண்றாங்க, ரொம்ப நல்லா இருக்காங்க. எல்லாருமே நல்லா இருக்கணும், நல்லா இருக்கட்டும். ரொம்ப நன்றி. I have to see Chechi's 80s movies, that list of 80s from 80 to 90. என்னோட ஃபர்ஸ்ட் பிக்சர் 1969. വാവ്. പക്ഷെ ക്രീം പിക്ചേഴ്സ് ഒക്കെ ചേച്ചി, ആൾക്കൂട്ടത്തിൽ തനിയെ, ആരൂഢം, അതൊക്കെ എല്ലാ 80s അല്ലേ? அதுக்கு MT வாசு சார் படம் மாத்திரம் 9 படம் பண்ணியிருக்கேன். பொதுவாக சொல்லுவாங்க, உங்கள் வயசே அனுபவம் பெரியவங்க சொல்லுவாங்க. உங்களுக்கு அதெல்லாம் தாண்டி அனுபவம் உங்ககிட்ட இருந்து உங்களோட பிளெஸிங் இருந்தால் போதும் அப்படி தான் நான் நினைக்கிறேன். ரொம்ப ரொம்ப நன்றி. இந்த ஒரு மேடையில் உங்களோட வார்த்தைகளுக்கும் உங்களோட நேரத்துக்கும் அந்த விருது உங்கள் கரங்களில் இருக்குது. தேங்க்யூ வெரி மச் மேம். எனக்கு எல்லாரோடையும் ഒത്തിരി നന്ദി ഉണ്ട്. ഈ ലൈഫിൽ பார்த்தது സ്ട്രോങ്കസ്റ്റ് വിമൻ മൈ മദർ. എന്തോ കീർത്തി പറഞ്ഞു കൊടുക്കണ്ട. நீங்கள் ஸ்ட்ராங்காக இருந்தால் தான் சென்சிட்டிவாக இருக்க முடியும். She's a Kannada Ammai, right? Yeah, Tulu. And she's here in Chennai. She's taking an award for a Malayalam film.
Twin Birds JFW Movie Awards 2025. Title sponsor Twin Birds. Wear it, feel it, love it. Powered by Chandrika. Confident ആയി തിളങ്ങൂ, നിങ്ങളായി തിളങ്ങൂ. Co-presented by Finis Fine Mattresses.